Dear teachers, trainers, educators, public speakers and others, നമ്മുടെ പ്രസൻറ്റേഷനിലൊക്കെ ഉപയോഗിക്കാവുന്ന ചില കഥകളുടെ സീരീസാണ് പറയാൻ പോകുന്നത്. ഒരു കർഷകൻ, കുറേ പണിക്കാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. അദ്ദേഹം ഇങ്ങനെ അവരൊക്കെ പണി ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥനുൾപ്പെടെ എല്ലാവരും ഈ കൃഷിപ്പണിയിൽ മുഴുകിയിരിക്കുക. അതിനിടയ്ക്ക് അദ്ദേഹം സമയം നോക്കാൻ വേണ്ടി വാച്ചിലേക്ക് നോക്കുകയാണ്. പക്ഷേ വാച്ച് അവിടെ ഇല്ല, നഷ്ടപ്പെട്ടു പോയി എന്ന് മനസ്സിലാക്കി. അങ്ങനെ എല്ലാവരോടും പറഞ്ഞു, എൻ്റെ വാച്ച് കാണാതായിട്ടുണ്ട്, എല്ലാവരും അതൊന്ന് സെർച്ച് ചെയ്യണമെന്ന്. അങ്ങനെ എല്ലാവരും പല ഭാഗങ്ങളിലായിട്ട് ഈ വാച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങി. എവിടെയും അത് കിട്ടുന്നില്ല, കാണുന്നില്ല. അങ്ങനെ ഒരാൾ മുന്നോട്ട് വന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ശരിക്കും വാച്ച് വെച്ചതെന്ന് ഓർമ്മയുണ്ടോ എന്ന്. അദ്ദേഹം ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് പുറത്ത് ഇത് കൊണ്ടുവന്നിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും വീട്ടിൽ എല്ലായിടത്തും സെർച്ച് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഏതായാലും ഇദ്ദേഹം പറഞ്ഞു, എന്നാൽ താങ്കൾ ഒരു കാര്യം ചെയ്യൂ, എല്ലാവരെയും വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്ന് ഇറക്കണം. ശരി, പുറത്തേക്ക് ഇറക്കി. എന്നിട്ട് ഇദ്ദേഹം അകത്ത് കയറി വാതിലടച്ചു. കുറച്ചു സമയം ഒരാളോടും ശബ്ദമുണ്ടാക്കരുതെന്ന് പ്രത്യേകം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ നിമിഷങ്ങൾ കഴിഞ്ഞു, മിനിറ്റുകൾ കഴിഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വാച്ചും എടുത്തുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അത്ഭുതമായി. കർഷകൻ ചോദിച്ചു, ഇതെന്തൊരു മാജിക്കാണ്, നമ്മളെല്ലായിടത്തും നോക്കിയതല്ലേ, പിന്നെ എങ്ങനെ കിട്ടി എന്ന്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരു മാജിക്കും കാണിച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും നിശബ്ദമായി, ഞാനും നിശബ്ദമായിട്ട് ഈ വാച്ചിൻ്റെ ടിക് ടിക് ശബ്ദത്തെ കേൾക്കുകയായിരുന്നു. അപ്പോൾ പത്താഴപ്പരയിൽ നെല്ലിനിടയിൽ ഇത് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ശബ്ദം കേൾക്കുകയും ഞാനത് എടുക്കുകയും ചെയ്തു എന്നാണ് ഇതിൽ പറയുന്ന കഥ. നോക്കൂ നിങ്ങൾ, നമ്മൾ ഓരോരുത്തരും പല കാര്യങ്ങളും നൂറുകണക്കിന് ആളുകളോട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്, അല്ലേ? എന്ത് കാര്യങ്ങളും പലരോടും അഭിപ്രായം ചോദിക്കണം, ചോദിക്കേണ്ടെന്നല്ല. പക്ഷെ നമ്മളൊന്ന് മനസ്സിരുത്തിയിരുന്ന് നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ കാര്യങ്ങൾക്കുള്ള ആൻസേഴ്സ് നമുക്ക് കിട്ടൂലേ എന്നുള്ളതാണ്. നിശബ്ദമായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന കുറേ ഗുണങ്ങളുണ്ട്. ഈ വാച്ച് നമ്മൾ കണ്ടെത്തിയതുപോലെ നിശബ്ദമായിരുന്നു കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ, നമ്മളിൽ നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളെയും കണ്ടെത്താൻ കഴിയും എന്നതാണ് ഈ ഒരു കഥയുടെ സാരം, ഉൾസാരം എന്ന് നമുക്ക് പറയാം. അങ്ങനെ ആകട്ടെ. താങ്ക് യു ഓൾ. സി യു.